ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. മോഹൻകുമാർ എന്നൊക്കെയായിരുന്നു പേരെന്നാണ് കേട്ടേക്കുന്നത്. അതിനുശേഷം അവർ തന്നെ മോഹൻലാൽ എന്നാക്കിയതാണ്. ഈ കുട്ടിയുടെ പേര് ഷീല എന്നാക്കി മാറ്റുകയും ചെയ്തു. സിനിമാ നടി ഷീലയുടെ ഉദയം ആണ്. യഥാർത്ഥ പേര് ക്ലാര ആന്റണി എന്നാണ്. മഹേശ്വരി അമ്മ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അറിയാമോ? അറിയില്ല. ആ പേര് മാറ്റി KPS ലളിത എന്നായപ്പോഴാണ് ഫേമസ് ആയത്. ഞാനും പത്മശ്രീ ഭരത് മോഹൻലാലുമായിട്ടുള്ള ബന്ധമുണ്ടാണ്. ഓരോ ലെറ്റേഴ്സിനും ഓരോ പവർ ഉണ്ടെന്നുള്ളതാണ്. K എന്ന് പറഞ്ഞാൽ വെങ്കടാചലപതിയുടെ ലെറ്ററാണ്. U എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരൻ്റെ പവറുള്ള ലെറ്ററാണ്. M എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സിമ്പലുള്ള ലെറ്ററാണ്. രാഹുവിൻ്റെ സപ്പോർട്ടുള്ള ലെറ്ററാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത് M-ലാണ്. ഉദാഹരണങ്ങൾ പറയണം: മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ്, മാളാരുദ്ദൻ, മനോജ് കെ ജയൻ, മാമുക്കായ, മാധവിക്കുട്ടി, മാധവൻകുട്ടി, MT വാസുദേവൻ, MG സുകുമാർ, MG രാധാകൃഷ്ണൻ, MG ഓമനക്കുട്ടി, മീന ഹിന്ദിനി, വിനമ്മയി, മഞ്ജു മൂർത്തി, മകേഷ് ഭട്ട്, ദിനേശ് ഷട്ടി, മനീഷ കേരള, മഞ്ജുരേഖ, മുത്തുവേൽ കർണാദി, ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാ ടെക്. ഞാൻ ബിൻഷ മോഹൻദാസ്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. ഒരു പേരിലെ അക്ഷരമോ അല്ലെങ്കിൽ പേര് തന്നെയോ മാറ്റി നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരും ഒരുപാടുണ്ട്. ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളും പേര് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾക്ക് പേര് മാറ്റാനൊക്കെ സഹായിച്ചിട്ടുള്ള നെയ്മോളജിസ്റ്റ് സാരഥി കൃഷ്ണയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. സാരഥി കൃഷ്ണ ഒരു വെറൈറ്റി നെയിമാണ്. ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു പേര് അച്ഛനും അമ്മയും ഇട്ടതാണോ അല്ല സ്വന്തം തിരഞ്ഞെടുത്തതാണോ? അല്ല, എൻ്റെ പേര് ആദ്യം ഇട്ടിരുന്നത് ശ്രീധരൻ എന്നായിരുന്നു. അത് അമ്പലപ്പുഴ മാധവ പൊതുവാൾ, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹം തന്ന പേരാണ്. ആ പേര് എൻ്റെ അമ്മയും അച്ഛനും കൂടി അനിൽകുമാർ എന്നാക്കി മാറ്റി. അനിൽകുമാർ എന്നുള്ളതിൽ A കഴിഞ്ഞാൽ പിന്നെ NIL നിൽ എന്നുള്ള അർത്ഥം ഉണ്ട്. അത് എന്നോട് പറഞ്ഞത് 2 പേരാണ്. ഒന്ന് എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ പത്മശ്രീ തിക്കുറിശി സുമാരൻ നായർ, അദ്ദേഹമാണ് സാരഥി കൃഷ്ണൻ എന്നാക്കിയത്. പിന്നെ രണ്ടാമത് പ്രൊഫസർ ശേഷാദ്രി വെങ്കട്ടരാമയ്യർ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്, സിനിമാ രംഗത്തുള്ള ആളാണ്. അദ്ദേഹം MS തൃപ്പൂണിത്തറ എന്നുള്ള പേരിലാണ് സിനിമാ രംഗത്ത് ഫേമസ് ആയത്. അത് 2 വിഷയങ്ങളിൽ PhD ഉള്ള പ്രൊഫസറൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉദ്യോഗമുള്ള സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനിൽകുമാർ എന്നുള്ള പേരിൽ A കഴിഞ്ഞാൽ NIL നിൽ എന്നുള്ള അർത്ഥമുണ്ടെന്ന് ഗുരുനാഥൻ പറയുകയും അത് L കഴിഞ്ഞ K ആണ്. അത് ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള ലുക്കിംഗ് പേഴ്സൺ, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയും സാരഥി കൃഷ്ണ എന്നാക്കി മാറ്റുകയും ചെയ്തു. നിൽ എന്നുള്ളത് നമ്മളൊന്നുമില്ല എന്ന് എഴുതാറുണ്ടല്ലോ. A കഴിഞ്ഞാൽ NIL നിൽ. A എന്ന് പറയുന്നത് അതീന്ദ്രിയ ശക്തികളുള്ള ഒരു ലെറ്ററാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ്റെ ശക്തിക്ക് വിധേയമായ ലെറ്ററാണ്. ആ ഒരു ലെറ്റർ കഴിഞ്ഞാൽ N എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ഒരു N വന്നാൽ അത് നല്ലതല്ല. ആ N-നോട് കൂടി നല്ല ലെറ്റേഴ്സ് നിന്നാൽ വളരെ നല്ലതാണ്. N കഴിഞ്ഞിട്ട് IL എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഇൽനെസ് ഉണ്ടാക്കുന്നു, നിൽ ഒന്നുമില്ലാത്തത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ K നിന്നാൽ K എന്ന് പറയുന്നത് വെങ്കടാചലപതിയുടെ, അതായത് വെങ്കടേശ്വരൻ്റെ അക്ഷരമാണ്. അപ്പോൾ L നിന്നും K എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് പേഴ്സൺ എന്ന് പറയുന്ന ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള ലുക്കിംഗ് പേഴ്സൺ നല്ലതല്ല. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ പേര് ശിവശംഭു എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. 1994 അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന്, അതായത് നമ്മുടെ തിക്കുറിശി സാറിൻ്റെ സുഹൃത്ത് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടി. അദ്ദേഹത്തിൻ്റെ പേര് ശിവാജി ഗണേശൻ. ഞങ്ങൾ ഗണേശൻ വഴുതക്കാട് തിരുവനന്തപുരത്ത് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട് കേരള ഫിലിം ഗൈഡൻ സൊസൈറ്റി എന്ന് പറയുന്ന സ്ഥാപനം, ആറ്റിങ്ങൽ വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്ഥാപനം, അത് 94 സെപ്റ്റംബർ മാസം 14-ാം തീയതി അദ്ദേഹത്തിന് സ്വീകരണമൊക്കെ കൊടുക്കേണ്ടായി. അപ്പോൾ അന്ന് സിരിമാവോ ഭണ്ണാര നായിക, ശ്രീലങ്കൻ പ്രസിഡന്റ്, അവരായിരുന്നു ചീഫ് ഗസ്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തെ കണ്ടു. അതിനുശേഷം പിന്നെ വീട്ടിൽ ചെന്ന് പരിചയപ്പെടുകയും ശിവശംഭു എന്നുള്ള പേര് തമിഴ് ചൊവ്വയുള്ളതായതുകൊണ്ട് മാറ്റി സാരഥി കൃഷ്ണ എന്നൊക്കെ ആക്കുകയും ചെയ്തു. അങ്ങനെയാണ് സാരഥി കൃഷ്ണ എന്നുള്ള പേരിലേക്ക്. അനിൽകുമാർ, നമ്മുടെ കൊച്ചി മേയറുടെ പേര് അനിൽകുമാർ എന്നാണ്. അപ്പോൾ അനിൽ എന്ന പേരുള്ളത് കൊണ്ട് അദ്ദേഹം ഉന്നതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അപ്പോൾ അനിൽ എന്ന പേരിന് ഇത്ര ഒരു ദോഷമുള്ളത്? അനിൽ എന്നുള്ള പേരിന് ദോഷമൊന്നുമില്ല. ഓരോരുത്തർ ജനിക്കുന്ന സമയം, അതുമാതിരി തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ നോക്കിയിരിക്കും. അതായത് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കി നമ്മൾ ഭാഗ്യസംഖ്യ എടുത്ത് സൂര്യൻ്റെ അക്ഷാംശത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കി കപാലി ഗണത്തിൽപ്പെട്ട സംഖ്യകൾ ഒഴിവാക്കിയിട്ട് വേണം ഈ നെയ്മോളജി എന്ന് പറയുന്ന സംഭവം ചെയ്യാൻ. മറ്റേ ജനിക്കുന്ന സമയത്തിൻ്റെ മേന്മ കൊണ്ട് കുറേ ദോഷങ്ങൾ ഇല്ലാതായി വരുന്ന അവസ്ഥയൊക്കെയുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ഓരോരോ ഗ്രഹങ്ങളുടെ പൊസിഷനും മറ്റൊക്കെ ഉള്ളത് വച്ച് നോക്കുമ്പോൾ അതിൻ്റെ ദോഷങ്ങൾ കുറേ മാറിപ്പോകുന്നു എന്നുള്ള ആ ഒരു ഇതും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഈ സാരഥി എന്നുള്ള പേരിൽ SARDHI, ഈ DHI എന്ന് പറയുന്ന അക്ഷരം അവിടെ വന്നാൽ ഡെത്ത് ഇൻ ഹൈ എന്നുള്ള അക്ഷരമാണ്. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, ഈ DHI എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ നിഷേധകമ്പനങ്ങളാണ് ഇവരൊക്കെ ദാരുണമായിട്ട്
കൊല്ലപ്പെട്ടത്. ഈ DHI എന്ന് പേരിൽ വന്നതുകൊണ്ടാണ് ഇവരൊക്കെ അതെ കൊല്ലപ്പെട്ടത്. അതെ, DHI എന്ന് പറയുന്ന ഡെത്ത് ഇൻ ഹൈ എന്നുള്ള അർത്ഥമാണ്. അത് നല്ല സംയോജനങ്ങളല്ല നൽകുന്നത്. ഇപ്പോൾ KER അല്ല കേരള, കെ കഴിഞ്ഞാൽ ER ഇസ് ഈക്വൽ ടു ERR ഓവർ എറർ. അത് തന്നെ ERNKULA എറണാകുളം ഈ ER എന്നുള്ള ആ എറർ ഇവിടെയും വരുന്നു. അത് നല്ലതല്ല. പിന്നെ എന്ന് പറയുന്നത് വ്യത്യസ്ത വീക്ഷണങ്ങളാണ് എറണാകുളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ തന്നെയാണ് ചന്തു ചതിയനാണെന്ന് വടക്കമ്പാട്ടിലൊക്കെ പറഞ്ഞിട്ടും ചന്തുവിനെ നല്ലവനായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് യശശരീരനായ ശ്രീ MT വാസുദേവൻ നായർ. അതെന്താണെന്ന് വെച്ചാൽ MT വാസുദേവൻ കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന വ്യത്യസ്ത വീക്ഷണങ്ങൾ അതിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ചോദിക്കുന്നത്, അപ്പോൾ അനിൽ എന്ന് പറയുന്ന അനിൽ അംബാനി, അപ്പൊ അദ്ദേഹമൊക്കെ കോടീശ്വരനാണല്ലോ. ഒരു കാലഘട്ടം വരെ അത് നല്ല രീതിയിൽ നിൽക്കും. AM എന്ന് പറയുന്ന ലെറ്റേഴ്സ് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. പല കാര്യങ്ങളും നാളെ മറ്റന്നാൾ പിറ്റേ ദിവസം എന്ന് പറഞ്ഞ് വച്ച് മാറിപ്പോകുന്നതാണ്. NI എന്ന് പറയുമ്പോൾ NI ഈസ് ഈക്വൽ ടു NI. ഒരു കാലഘട്ടം ഇപ്പോൾ BB എന്ന് പറയുന്ന ലെറ്റർ, BA എന്ന് പറയുന്ന ലെറ്റർ, ശക്തമായ സാമ്പത്തിക പശ്ചാത്തലം. അതാണ് അമിതാഭ് ബച്ചൻ എന്നുള്ളതിൻ്റെ ആ ഒരു ലെറ്റർ BA എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. അമിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ല, അദ്ദേഹത്തിൻ്റെ പേര് അതൊന്നുമല്ല. ഇൻകുലാബ് ശ്രീവാസ്തവ എന്ന് പറയുന്ന പേരാണ് അമിതാഭ് ബച്ചൻ എന്ന് മാറ്റിയപ്പോഴാണ് ഫേമസ് ആയത്. ഇൻകുലാബ് ശ്രീവാസ്തവ എന്ന് പറയുന്ന പേര് അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ പേര് മാറ്റി അമിതാഭ് ബച്ചൻ എന്ന അഭിപ്രായത്തിലാണ് ഫേമസ് ആയത്. ഇൻകുലാബ് ശ്രീവാസ്തവ എന്ന് പറഞ്ഞാൽ എത്ര പേര് അറിയാം? അറിയില്ല. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഇൻകുലാബ് ശ്രീവാസ്തവ എന്നുള്ളത് വെറൈറ്റി നെയിമാണ്, സംശയമൊന്നുമില്ല. ആ പേര് മോശമായിരുന്നുണ്ടല്ല, ഒരു സിനിമയ്ക്ക് പറ്റിയ പേരല്ല അത്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കണിമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ക്ലാര ആൻ്റണി എന്ന് പറയുന്ന ലേഡി, അവരുടെ അച്ഛന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. മറ്റേ ഇവിടെ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ പഴയ കോവയാണല്ലോ ഇപ്പോഴത്തെ കോയമ്പത്തൂർ. ഈ കോവയിൽ നമ്മുടെ T രാജാറാം എന്ന് പറയുന്ന വ്യക്തിയുടെ പാശം എന്ന് പറയുന്ന സിനിമയിൽ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ MGR, അതായത് MG രാമേന്ദ്രൻ എന്ന് പറയുന്ന മലയാളിയോടെ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേര് സുഭദ്രാദേവി എന്നാക്കി മാറ്റുകയും ചെയ്തു. അതിനുശേഷം P ഭാസ്കരൻ മാഷ കൊടുങ്ങല്ലൂരിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ ഭാഗ്യജാതകം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ അവിടെ ഭാഗ്യജാതക സിനിമയ്ക്ക് വേണ്ടി ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും ഈ കുട്ടിയുടെ പേര് ഷീല എന്നാക്കി മാറ്റുകയും ചെയ്തു. സിനിമാ നടി ഷീലയുടെ ഉദയം അവിടെ അങ്ങനെയാണ്. യഥാർത്ഥ പേര് ക്ലാര ആന്റണി എന്നാണ്. ക്ലാര ആന്റണി എന്നാണ്. പക്ഷെ അതെവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ക്ലാര ആന്റണി. അത് തൃശ്ശൂർ കണിമംഗലത്ത് അതെ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ക്ലാര ആന്റണി എന്ന് പറയുന്ന ഒരു പേരിൽ നിന്ന് മാറി അവരിങ്ങനെ ആവാനായിട്ട് അവർക്ക് 3 പേരുകൾ കിട്ടാനുള്ള യോഗമുണ്ട്. MGR ആണ് രണ്ടാമത് പേര് മാറ്റി കൊടുത്തത്. മൂന്നാമത്തെ പേര് ഇത് ചെയ്തു കൊടുത്തത് P ഭാസ്കരൻ മാഷാണ്. പിന്നെ കൊടുങ്ങല്ലൂരുള്ള കുഞ്ഞാലു എന്ന് പറയുന്ന പേര് മാറ്റി ബഹദൂർ എന്നാക്കിയത് എൻ്റെ ഗുരുനാഥൻ പത്മശ്രീ തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. അത് ബഹദൂറാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറത്തുള്ള, അതായത് മറ്റേ വടവുകോട് എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ വടവുകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തി അവിടെ മാളയിൽ വരികയും മറ്റേ അരവിന്ദൻ അയ്യപ്പൻ എന്നുള്ള പേര് എ അരവിന്ദൻ എന്നുള്ള പേര് മാറ്റി മാള അരവിന്ദ എന്നാക്കി കൊടുത്തത് എൻ്റെ ഗുരുനാഥൻ. മാള അരവിന്ദൻ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ആ പേരൊക്കെ ഫേമസ് ആയിട്ട് വന്ന് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫേമസ് ആയവരുടെ കാര്യം മാത്രമേ നമ്മൾ എടുത്തു പറയുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പേര് മാറ്റാത്ത ഒരുപാട് സെലിബ്രിറ്റികളില്ലേ? അപ്പൊ അവരൊക്കെ ഉയർന്നു വന്നിട്ടില്ലേ? പേര് മാറ്റാത്ത സെലിബ്രിറ്റികൾ ഉണ്ടാകാം, പക്ഷേ അവരുടെയൊക്കെ പേര്, സുധീർ കുമാർ എന്ന് പറയുന്ന പേര് നല്ല പേരാണ്. അത് മാറ്റി മറ്റേ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് കുറുമിശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. അവിടെയുള്ള ഓമനക്കുട്ടൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പത്മശ്രീ ഭരത അഡ്വക്കേറ്റ് ബാലചന്ദ്ര മേനോൻ അത് മാറ്റി മണിയൻപിള്ള രാജു എന്നുള്ള പേരിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ട് വന്നത്, സുധീർ കുമാർ എന്ന് പറയുന്ന പേര്. അപ്പോൾ അതങ്ങനെ ചിലരുടെ മറ്റേ പഴയ പേരെന്താണ് പുതിയ പേരെന്താണെന്ന് ചിലർക്കത് മറ്റേ ക്ലാരിഫൈ ചെയ്യാൻ വ്യത്യാസം ഉണ്ടാവും. പിന്നെ KP ഉമ്മർ, അതുപോലെ തന്നെ പ്രേം നസീർ, ഇവരുടെയൊക്കെ പേര് മാറ്റിയത് KP അബാജാൻ എന്ന് പറയുന്ന പേരാണ് KP ഉമ്മർ എന്നാക്കിയത്. എൻ്റെ ഗുരുനാഥനാണ് ചെയ്തു കൊടുത്തത്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പേര് മാറ്റി പ്രേം നസീർ എന്നാക്കിയതും അദ്ദേഹം തന്നെയാണ്. അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പേരിന് മോശമുണ്ടായിട്ടല്ല, പക്ഷേ പ്രേം നസീർ എന്ന് പറയുമ്പോൾ PR എന്ന് പറയുന്ന ലെറ്റേഴ്സ്, PR പവർ ലെറ്റേഴ്സാണ്. PR എന്ന് പറയുന്നത് പവർ ലെറ്റേഴ്സാണ്, പവർ ലെറ്റേഴ്സ്. അപ്പോൾ ആ പവർ ലെറ്റേഴ്സ് അതിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ അതിന് പ്രാധാന്യം കൂടുതൽ കിട്ടും. പ്രേം കുമാർ
പ്രേംകുമാർ എന്ന് പറയുന്നത് നല്ല ലെറ്റർ, നല്ല പേര് തന്നെയാണ്. അതിന് ആ PR എന്നുള്ളത് പവർ ലെറ്റർ ഉണ്ട്. പിന്നെ KVM എന്നുള്ളതാണ്. ഓരോ ലെറ്റേഴ്സിനും ഓരോ പവർ ഉണ്ടെന്നുള്ളതാണ്. K എന്ന് പറഞ്ഞാൽ നമ്മുടെ വെങ്കടാചലപതിയുടെ ലെറ്ററാണ്. U എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വരൻ്റെ പവറുള്ള ലെറ്ററാണ്. M എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സിമ്പലുള്ള ലെറ്ററാണ്. രാഹുവിൻ്റെ സപ്പോർട്ടുള്ള ലെറ്ററാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിൽക്കുന്നത് M-ലാണ്. ഉദാഹരണങ്ങൾ പറയണം. മമ്മൂട്ടി, മോഹൻലാൽ, മുകേഷ്, മാളാരവിന്ദൻ, മനോജ് കെ ജയൻ, മാമുക്കായ, മാധവൻ, മാധവിക്കുട്ടി, മാധവൻകുട്ടി, MT വാസുദേവൻ, MG സുകുമാർ, MG രാധാകൃഷ്ണൻ, MG ഓമനക്കുട്ടി, മീന, മിൻമിനി, മീനാകുമാരി, മഞ്ജു മുകുന്ദൻ, മഹേഷ് ഭട്ട്, മീനാ ശേഷാദ്രി, മനീഷ കൊയ്രാള, മഞ്ജുരേക്കർ, മുത്തുവേൽ കരുണാനിധി, MJ ജലീൽ, MK നായർ, MR ഗോകുമാർ, MN ഗോവിന്ദൻകുട്ടി, മൗലാന അബ്ദുൽ കലാം ആസാദ്, മുഹമ്മദ് റാഫി, മെഹബൂബ്, മുജീബുർ റഹ്മാൻ മുഷറഫ്, മാധ്യമം, മലയാള മനോരമ, മാതൃഭൂമി, മംഗളം, മൾബറി, മലയാളം, മഞ്ചാടി, മലർവാടി, മുത്തുച്ചിപ്പി, മഹളരത്നം, മഹാത്മഭൂമി, മഞ്ചരധ്വനി, മുത്താരം, മലർനാട്, മലയാളനാട്, മഹാരാജ വൈറ്റ് ലൈൻ, മീനു മിക്സ്, മെഡിമിക്സ്, മഹാറാണി ഇന്റർനാഷണൽ, മഹാരാജാസ് കോളേജ്, മലബാറിൻ, മാരുതി മാനുവൽസൺസ്, M കമലം, MT പത്മ, മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇതെല്ലാം M-ൽ തുടങ്ങുന്നു, തിളങ്ങി നിൽക്കുന്നു. M എന്നുള്ള അക്ഷരത്തിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ തൊട്ടടുത്ത് നല്ല ലെറ്റേഴ്സ് വന്നാൽ M-ന് പ്രാധാന്യം കൂടും. M കഴിഞ്ഞിട്ട് A വന്നാൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അരുതാത്ത പ്രവൃത്തികൾ ചെയ്യില്ല. A വന്നാൽ അതായത് അരുത് എന്ന് പറയുന്ന അർത്ഥം ഉണ്ട്. അത് തന്നെ, മാനിഷാദ, അരുത് കാട്ടാള എന്ന് പറയുന്ന അവസ്ഥ. ഈ A കഴിഞ്ഞിട്ട് R വന്നാൽ ഏറ്റവും നല്ലതാണ്. എയർ എന്നുള്ള അർത്ഥം ഉണ്ടാക്കുക. അതായത് യാത്രകൾ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ. എയർ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ശക്തിക്ക് വിധേയമായിട്ടുള്ള. ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന പേരൊറ്റയാണെന്ന് തോന്നുന്നു AR റഹ്മാനൊറ്റായിട്ട് മാറ്റിയത്. ആ AR റഹ്മാന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. അല്ലല്ല, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പേരാണ് ദിലീപായിട്ട്. പക്ഷേ ഈ AR റഹ്മാൻ്റെ പേര് ശരിക്കുള്ളത് ദിലീപ് എന്നാണല്ലോ. അപ്പോൾ ആ ദിലീപ് എന്നുള്ളതാണല്ലോ AR റഹ്മാനായിട്ട് മാറ്റിയത്. അപ്പൊ ദിലീപ് എന്ന് പറയുന്ന പേര് AR റഹ്മാൻ എന്നാക്കി, ഗോപാലകൃഷ്ണൻ എന്നുള്ള നമ്മുടെ ദിലീപേട്ടന്റെ പേര് പിന്നെ ദിലീപേട്ടൻ ആക്കിയപ്പോ അത് ഏതാ നല്ലത്? ദിലീപേട്ടൻ എന്നാണോ അല്ല, ദിലീപേട്ടൻ എന്നല്ലല്ലോ, ദിലീപ് എന്നല്ലാക്കിയത്. ഈ ദിലീപ് എന്നാക്കിയിട്ട് 4-5 തവണയൊക്കെ ആരൊക്കെ മാറ്റി കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അതിന് ഓരോ സമയത്ത് ഓരോരോ പ്രാധാന്യങ്ങൾ വരും. ആ വ്യക്തിയുടെ ജനനസമയവും കൂടി എടുക്കും. ഇപ്പം 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് ജനിച്ചാൽ, വെളുപ്പിന് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് ജനിച്ചാൽ പ്രത്യേകമായിട്ട് ആ പേരിൻ്റെ പിറകിൽ 3 അക്ഷരം, ഒന്നുകിൽ IAS അല്ലെങ്കിൽ IPS ഒക്കെ എഴുതി ചേർക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പേരിൽ എന്തെങ്കിലും അക്ഷരങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിരുന്നെങ്കിൽ അതായിരുന്നോ കുറച്ചുകൂടി നല്ല? അല്ല, ഗോപാലകൃഷ്ണൻ അകപ്പെടാൻ അതാണ് ദിലീപ് എന്ന പേരാണ്. അല്ല, അത് നമ്മൾ പേരുകളെ കുറിച്ച് മാത്രമാണ്, കേസിനെ കുറിച്ച് പറയുന്നില്ല. അതെ, പേരുകളെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ എന്നുള്ളതിൽ ചില ലെറ്റേഴ്സൊക്കെ മാറ്റി വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ അതൊക്കെ നല്ലതായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്നാക്കി പറഞ്ഞാൽ അത് മാത്രമല്ല ജനസമയത്തിൻ്റെ പ്രാധാന്യം മറ്റുള്ള. അതൊരു പഴഞ്ചൻ പേരായിട്ടാന്ന് തോന്നുന്നു മാറ്റിയെന്നാ ഞാൻ കേട്ടില്ല. അല്ല, അത് ഗോപാലകൃഷ്ണൻ എന്നുള്ളത് നല്ല പേരാണ്, അത് മോശപ്പെട്ട പേരല്ല. അല്ല, ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പേരിൽ G എന്ന് പറയുന്ന ലെറ്ററാണ്. G ഇസ് എ ലെറ്റർ ഫോർ ഗോഡ്സ്. ഏറ്റവും നല്ല രീതിയിൽ ഒരാളെ ബഹുമാനിക്കാനൊക്കെ ആയിട്ട് G എന്നുള്ള അർത്ഥം ഉപയോഗിക്കും. അത് വളരെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് O എന്ന് പറയുന്ന ലെറ്ററാണ്. O ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എർത്ത് എന്നും കൂടി പറയും. O ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷെ നല്ല ലെറ്റർ തൊട്ടടുത്ത് വന്നാൽ വളരെ നല്ലതാണ്. അതെ. പിന്നെ P ഫോർ ആഞ്ജനേയ, അതായത് ആഞ്ജനേയൻ്റെ നല്ല സ്ട്രെസ്സുള്ള ഒരു ലെറ്ററാണ്. പിന്നെ A എന്ന് പറയുന്ന PA എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ക്രിയേറ്റ് ചെയ്യാൻ ലെറ്റർ. PA എന്ന് പറയുന്ന ലെറ്റർ അത് സാമ്പത്തികം ക്രിയേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സാണ്. അത് തന്നെ നമ്മൾ മന്ത്രിമാരുടെ അസിസ്റ്റന്റ് PA എന്നല്ലേ പറയുന്നത്, പേഴ്സണൽ അസിസ്റ്റന്റ്. അത് ആ PA എന്നുള്ള അത് വളരെ പ്രാധാന്യത്തിലേക്ക് പോകുന്ന ലെറ്റേഴ്സാണ്. ഓക്കെ, വളരെ നല്ലതാണ്. ഓക്കെ, സിനിമയിൽ ഒരുപാട് താരങ്ങൾ ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ ഉൾപ്പെടെ പേര് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഏറ്റവും പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും പറയാണ്, എത്ര പേരുടെ പേര് മാറ്റിയിട്ടുണ്ടാവും? സെലിബ്രിറ്റികൾ എത്ര പേര് സമീപിച്ചിട്ടുണ്ടാവും? 23 വർഷം കൊണ്ട് ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ട്. അധികം ബിസിനസ്സുകാർ, അതുപോലെ അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്. അഡ്വക്കേറ്റ്സ് വിളിക്കുന്ന പേഴ്സണൽ ആവശ്യത്തിന്, പിന്നെ ഡോക്ടേഴ്സ് വിളിക്കുന്നത് എന്തെങ്കിലും മരുന്നുകൾ ഇറക്കുമ്പോൾ അതിന് പേരിടാൻ, പിന്നെ എഞ്ചിനീയേഴ്സ് വിളിക്കുന്നത് വില്ലാസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് പേരിടാൻ, പിന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ വിളിക്കും. അപ്പോൾ ചിലരിത് നല്ലതല്ല എന്നൊക്കെ പറയും. ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി അവർക്കും താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്, വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സെലിബ്രിറ്റികളും വന്നിട്ടുണ്ട്. അവർ പറയുമ്പോൾ നമ്മൾക്ക് ചെയ്തു തന്നു ആരോടും പറയരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ തന്നെയാണ്. അത് കാരണം അവർ ഇതിൻ്റെ പിറകെ പോയിന്ന് ആൾക്കാർ അറിയരുത്. അതെ, അവരിതിൻ്റെ പറയും ഞങ്ങൾ ഇതിൻ്റെ അത് അന്ധവിശ്വാസമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഒരു കുടുംബത്തെ വലിയ വിദ്യാഭ്യാസമൊന്നും കാണില്ല, പക്ഷേ മക്കൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ചെയ്തെന്ന് ആരോടും പറയണ്ട. പിന്നെ ഒരാളുടെ പേര് നമ്മൾ കാരണം അറേഞ്ച്മെൻറ്റ് ചെയ്ത് നല്ലതായി കഴിഞ്ഞാൽ പിന്നെ അയാൾ നമ്മളെ കണ്ടാൻ വേണ്ടില്ല. അതാണ് ചിലർ ഒരുപാട് ഉണ്ട് അനുഭവം അങ്ങനെ പറയുന്നില്ല. വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. അതെ, നന്ദിയില്ലാത്തവരെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആ ഒരു രീതിയിൽ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളറിയാം. കാരണം സിനിമാ രംഗത്ത്
ഒരു 81 മുതൽ ഒരു 10-15 വർഷം സിനിമാ രംഗമായിട്ട് ചുറ്റിത്തിരിഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾക്ക് ആ രംഗത്തുള്ള ഒരുപാട് പേരെ അറിയാം. വലിയ ആൾക്കാരറിയാം, ചെറിയ ആൾക്കാരറിയാം. അതുകൊണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളത്. കാരണം ഒരാൾ ഒക്കെ ചെയ്തിട്ട് ഗുണം കിട്ടിയിട്ട് അയാൾ വിളിച്ചില്ലെങ്കിൽ വേറെ ആൾ വിളിക്കും. അങ്ങനെ ഒരുപാട് പേര് ചാനലിൽ പ്രോഗ്രാമൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം സാരഥി കൃഷ്ണ വന്നിട്ടുള്ള ഈ ഒരു നെയ്മോളജിസ്റ്റ് പേര് കൊടുത്തവരൊക്കെ വലിയ ഉന്നതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുവിധമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അതായത് അവർക്ക് ഗുണം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണം എന്നാലേ പറ്റുള്ളൂ. ഇതൊരു പേര് അറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കുന്നത് 10 ദിവസം കൊണ്ടാണ്. അല്ലാണ്ട് പെട്ടെന്ന് ചില ആളുകൾ വിളിക്കാറുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും, കുട്ടിക്കൊരു പേര് കൊടുക്കണം ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിനിഞ്ഞാന്ന് പ്രസവിച്ചുള്ളൂ, നാളെ പേര് കൊടുത്തിട്ട് വേണം ഇത് ഇറക്കാൻ. അത് കാരണം കൊണ്ട് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തരണം. ദോശ ഇട്ട് എടുക്കണ മാതിരിയല്ലത്, ഇതിൻ്റേതായിട്ടുള്ള മാർഗ്ഗമുണ്ട്. എന്നാൽ പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എന്താണ് ഇപ്പോൾ ഒരു പേര് മാറ്റുമ്പോൾ നമ്മൾ ഈ കല്യാണം കഴിക്കുമ്പോൾ ജാതകമൊക്കെ നോക്കുന്ന പോലെ പേര് മാറ്റുമ്പോൾ എന്താണ് ശരിക്കും നോക്കേണ്ടത്? അതിലെന്താ? ഇപ്പോൾ ആരാധ്യ എന്ന് പറയുന്നൊരു പേരുണ്ട്. ഈ ആരാധ്യ എന്ന് പറയുന്ന പേര് കേരളത്തിലൊരു സ്ഥലത്ത് മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളവിടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലത്തിൽ 1-2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ആരാധ്യ എന്നാണ് പേര്. തൊട്ടടുത്തുള്ളൊരു കുട്ടിയുടെ അച്ഛനും അവരുടെ മുത്തച്ഛനും കൂടി വന്നു. അപ്പോൾ കുട്ടിക്ക് 2 വയസ്സായിട്ടുള്ളൂ. ഇതിപ്പോൾ ജ്യോത്സ്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 4 വയസ്സ് കഴിഞ്ഞിട്ട് ജാതകം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ കാരണം എന്ന് ചോദിച്ചു. എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു 4 വയസ്സ് കഴിഞ്ഞിട്ട് പോരെ പേരൊക്കെ എന്ന് ചോദിച്ചു. ഈ ജ്യോത്സ്യന്മാരും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, എന്താ അതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു, ഇത് പേരിന് ചില ദോഷങ്ങളുണ്ട്, അല്ലാതെ അതിൻ്റെ നേരിട്ടുള്ള ഫലം പറയാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല, അത് ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കില്ല ആണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ ഫീസൊക്കെ എന്ത് വേണമെങ്കിൽ തരാം, നിങ്ങളൊന്ന് അത് മനസ്സ് വെച്ചൊന്ന് ശരിയാക്കി തരണം 2 വയസ്സായിട്ടുള്ള കുട്ടിക്ക്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ദോഷം എങ്ങനെ നമ്മൾ ഒരു അച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുഖത്തൊക്കെ എങ്ങനെ പറയാം, ചെറിയ കുട്ടിയാണ്. പിന്നെ നമ്മൾ അവിടെ സ്ഥലത്ത് ചെന്ന് ആ കുട്ടിയുടെ പേര് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചെറിയൊരു കുഴപ്പം ദോഷം കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത കുട്ടിയാണ്, അതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു ദോഷം ഈ കുട്ടിക്ക് ഇപ്പോൾ വേണം, പക്ഷേ വളരെ ചെറിയൊരു ദോഷമേ പറ്റുള്ളൂ. അങ്ങനെ തന്നെ വയറിന് ചെറിയൊരു ഡിസ്പ്യൂട്ട് വരാൻ പാകത്തിൻ്റെ ചെറിയത് വച്ച് കൊടുത്തപ്പോൾ പിന്നെ ആ കുട്ടി ജീവിച്ചോളൂ. അത് വേറൊരു സംഭവം പറഞ്ഞാൽ ഒരു 3-4 ഭാഷകൾ ഈസിയായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയും കൂടി ആയിരുന്നു ഈ 2 വയസ്സിൽ. അപ്പോൾ ആ കുട്ടിയുടെ കർമ്മം, വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവന് മുപ്പഴേ, പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയാണ്. അപ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ആ കുട്ടിയുടെ. അപ്പം മൊത്തത്തിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു. അത് തമ്പുരാനാണ് ശരിയാക്കുന്നത്, നമ്മളല്ല. ദൈവം കൈപിടിച്ച് ചെയ്യിക്കുമ്പോൾ ഒന്നും തെറ്റില്ല, ഞാൻ തന്നെ ചെയ്താൽ എല്ലാം തെറ്റിപ്പോവും. ഈ തിരിച്ചറിവാണ് വേണ്ടത്. എന്ത് പ്രൊഫഷനും അങ്ങനെയാണ്. അത് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. മുൻജന്മത്തിലേക്ക് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, മുൻജന്മം ഉണ്ടല്ലോ. കാരണം അതായത് എൻ്റെ ജനന സമയം എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. എൻ്റെ മരണം എപ്പോഴാണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. എൻ്റെ മരണത്തിന് എനിക്ക് പരിഹാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ആ മരണം നീട്ടി നിർത്താൻ കഴിയുമെങ്കിൽ ദൈവത്തിനോട് പോയി പണി നോക്കാൻ പറയാം. പക്ഷെ അത് പറ്റില്ല. കാരണം എൻ്റെ ജനനസമയം എപ്പോഴാണ് എനിക്കറിയില്ല, എൻ്റെ മരണസമയം എപ്പോഴാണ് എനിക്കറിയില്ല. ആ മരണത്തിന് ഒരിക്കലും എനിക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. ജനനസമയമാണ്. ഈ ഇന്ന സമയത്ത് കൃത്യമായിട്ട് ജനിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ജനനസമയം, എൻ്റെ ജനനസമയം എനിക്കറിയാം, അതായത് മാതാപിതാക്കളെ കുറിച്ചിട്ടുണ്ട് ഇന്ന സമയമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പ്രവചിക്കണ്ടേ? അത് കൃത്യമായിട്ട് പ്രവചിക്കണ്ടേ? അത് പറ്റില്ല. എൻ്റെ മരണസമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല, ഏതെങ്കിലും ഒരു ദിവസം മരിക്കും, അതെല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ മരണം ഇന്ന സമയത്താണ്, അതിന് പരിഹാരം ചെയ്യാൻ പറ്റി എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് പൂർണ്ണമായിട്ട് നിങ്ങൾ ഈസിയായിട്ട് പോയി പണി നോക്കിക്കൊള്ളുക. അത് പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ മനസ്സിൽ കയറിയിരിക്കുന്നത്. അധിക പേരും ന്യൂമറോളജിയാണ് വിശ്വസിക്കുന്നത്. അക്ഷരങ്ങൾ ഒരു വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും അക്ഷരങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ഒരു പേര് ശരിയാക്കി കൊടുക്കുന്നതാണ് ന്യൂമറോളജി. അവരുടെ ഭാവിയൊക്കെ പ്രഡിക്റ്റ് ചെയ്യും, അവരുടെ എന്തൊക്കെയാണോ അവരുടെ കരിയർ ഡെവലപ്മെന്റ് എല്ലാം. അപ്പോൾ ഈ നെയ്മോളജിയും ന്യൂമറോളജിയും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ന്യൂമറോളജി എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രം മാത്രമാണ്. ഒരു സംഖ്യ എടുക്കും, ആ സംഖ്യ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, അത് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ കുട്ടിക്ക് എന്ന് പറയും. നല്ല ഭാവി ഉണ്ടാവും, സൂര്യനെ പോലെ ജ്വലിക്കുന്നൊക്കെ പറയും. പക്ഷേ 1 + 4 = 5. അത് എവിടെ വെച്ച് എങ്ങനെ കൂട്ടിയാലും അത് അങ്ങനെ തന്നെയാണ്. 1 എന്ന് പറയുന്ന സൂര്യനാണ്, 4 രാഹുവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നാൽ
5 ബുധനാണ്, മഹാവിഷ്ണുവാണ്, മഹാലക്ഷ്മി എന്ന് പറയും. പക്ഷെ നമ്മൾ പറയും സർവ്വകാര്യ തടസ്സമാണ്, അത് നല്ലതല്ല എന്ന് പറയും. അപഹാരങ്ങൾ ന്യൂമറോളജിയിൽ നോക്കില്ല, നെയ്മോളജിയിൽ അപഹാരങ്ങൾ നോക്കി എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് നോക്കും. കലാഭവൻ മണി എന്ന് പറയുന്ന പേര്, ആ പേരിൻ്റെ സംഖ്യ 38. 38 = 11 = 2. സാമ്പത്തികമായ ചതികൾ, സ്ഥലസംബന്ധമായ ദോഷങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുത്തുന്ന സംഖ്യയാണ് 38. അത് വളരെ ദോഷമാണ്. അതിൻ്റെ ആ ഒരു MA കഴിഞ്ഞിട്ട് NI = L. അപ്പോൾ ഇത് 3 കൂടി വരുത്തുന്ന സംഖ്യയെപ്പറ്റി മാത്രം പറയാനേ, പേരിനെ പറ്റി മാത്രം പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, മറ്റുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളത് അങ്ങനെ പേര് നമ്മളിപ്പോ കലാഭവമണി എന്ന് പറഞ്ഞ പേര് അങ്ങനെ മോശമാണെന്ന് അല്ല. പറയാൻ അപ്പോൾ കലാഭവമണി എന്നുള്ള പേര് മോശമല്ല, ഒരിക്കലും മോശമല്ല. പക്ഷേ കലാഭവമണി എന്ന് പറയുന്ന പേര് ചെന്ന് നിൽക്കുന്ന സംഖ്യ മോശമാണ്. അത് ന്യൂമറോളജി അല്ലേ? അത് ന്യൂമറോളജിയാണ്. അതിൻ്റെ അപഹാരങ്ങൾ നോക്കി പരിഹാരം ചെയ്യുന്നത് നെയ്മോളജിയാണ്. അതാണ് നെയ്മോളജി എന്ന് പറയുന്നത്. ന്യൂമറോളജി തമ്മിലുള്ള വ്യത്യാസം അതായത് ശബ്ദത്തിൻ്റെ കമ്പനങ്ങളാണ്. ശബ്ദത്തിൻ്റെ കമ്പനങ്ങൾ ഒരു പേര് വ്യത്യാസപ്പെടുത്തുമ്പോൾ അത് റെക്കോർഡിക്കലി മാറ്റേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഉപയോഗിച്ചാൽ മതി. ക്ലബ്ബിൽ, സംഘടനയിൽ, സംഗീതത്തിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതിൽ ഉപയോഗിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ റെക്കോർഡിക്കലി മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. കലാഭവമണി എന്ന് പറഞ്ഞ പേര് അദ്ദേഹത്തിന്റെ അല്ലായിരുന്നു എങ്കിൽ അദ്ദേഹം കുറച്ച് നാൾ കൂടി ഇങ്ങനെ ജീവിക്കുന്ന അല്ലല്ല. കാരണം എന്ന് വെച്ചാൽ ഈ 38 എന്ന് പറയുന്ന സംഖ്യയുടെ ദോഷമാണ് അവിടെ കണ്ടുപോകുന്നത്. അപ്പോൾ അതല്ലായിരുന്നെങ്കിൽ വ്യത്യാസപ്പെട്ടു പോയേനെ. കാരണം കുറേ ആ ഒരു സംഖ്യ മൊത്തത്തിൽ 11 എന്ന് പറയുന്നത് 38 = 11 = 2. ഈ 11 എന്ന് പറഞ്ഞാൽ 2 സൂര്യന്മാരുടെ ചൂടോടുകൂടി വരുന്ന ഇതാണ്. അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കും. ഇതൊന്ന് ചുരുക്കി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ 38 അല്ല, ആ 38 എന്ന് പറയുന്ന സംഖ്യ വളരെ നല്ല സംഖ്യയല്ല. 47 = 11 = 2 ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിനടുത്ത് ജനിച്ച സഖാവ് EMS നമ്പൂതിരിപ്പാട്, മുൻ മുഖ്യമന്ത്രി. ഈ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന സംഖ്യ, അത് അദ്ദേഹത്തിൻ്റെ നാമസംഖ്യ എന്ന് പറയുന്നത് 12 നിൽക്കുന്ന 39, 12, 3 നിൽക്കുന്ന സംഖ്യയാണ്. ഇത് നല്ല സംഖ്യയല്ല. അതുകൊണ്ടാണ് K. കരുണാകരൻ എന്ന് പറയുന്ന അത്ര പ്രശസ്തി അദ്ദേഹത്തിന് ഇല്ലാത്തത്. EMSന് പ്രശസ്തിയില്ല എന്നല്ല പറഞ്ഞത്. EMSന് പ്രശസ്തിയുണ്ട്. പക്ഷേ K. കരുണാകരൻ എന്ന് പറയുന്ന പോലെ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ആ ഒരു ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ EMSും K. കരുണാകരനും രണ്ട് അതായത് അപ്പം അത്രയും പ്രശസ്തി ആ സംഖ്യയുടെ ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനല്ല ദോഷം, K. കരുണാകരൻ എന്ന് പറഞ്ഞ ലീഡർക്കും അല്ല ദോഷം, ആ സംഖ്യയുടെ ദോഷമാണ്. സംഖ്യയുടെ ദോഷമാണെന്ന് പറയുമ്പം EMSന്റെ ഇപ്പം ദോഷമാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തെ പോലെ ഉള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം ഭൂപരിഷ്കരണ ബില്ലടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തിയാടി വലിയ രീതിയിലൊക്കെ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമസംഖ്യ എന്ന് പറയുന്ന 12 എന്ന് പറയുന്നത് അത്ര നല്ല ഒരു എഫക്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള നേതാക്കളെക്കാൾ അത്രയ്ക്ക് ആ ഒരു കാര്യം, കാരണം ലീഡർ 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായി. മറ്റുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ നിന്നും EMS എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തട്ടെന്നും താണ് തന്നെ ഇരിക്കുന്നതാണ്. അദ്ദേഹം ഒരിക്കലും അതിനോട് ആൾക്കാർക്ക് യോജിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. യോജിക്കാൻ പറ്റുന്നല്ല, അദ്ദേഹം വലിയൊരാളായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിന് പ്രശസ്തിൻ്റെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം മുഖ്യമന്ത്രി ആയിട്ടുള്ളെങ്കിലും ഒരുപാട് പകിട്ടുകൾ ഉള്ളൊരു ഒരു വട്ടം ആയിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഒരു പകിട്ട് മാഞ്ഞിട്ടില്ല. ഇല്ല, അതില്ല. AKG എന്ന് പറയുന്ന എൻ്റെ KG എന്ന് പറയുന്ന ആ ലെറ്റേഴ്സ് കിങ് എന്നുള്ള ലെറ്റേഴ്സാണ്. കിങ് എയും കെയും നിൽക്കുമ്പോൾ അക്നോളജ്മെൻറ്റ് ചെയ്ത കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി, അതായത് അദ്ദേഹത്തിൻ്റെ മാതൃക സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെയാണ് EMSും. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭാവം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ K. കരുണാകരൻ, അതുപോലെ തന്നെ EK നായനാർ എന്നൊക്കെ പറയുന്ന ആ ഒരു അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ തട്ട് എന്നും ഉയർന്നു തന്നെ ഇരിക്കണം അദ്ദേഹത്തെ സംബന്ധിച്ച്.